ആദ്യമായി തന്നെ എന്നെ ഈ ആൾത്താരയിൽ നിർത്തിയ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 8, 2024 ഞാനൊരു നഴ്സാണ്. ഞാൻ തിരുവനന്തപുരത്താണ് നഴ്സിംഗ് പഠിച്ചത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ കൃപാസനത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞാണ് ഞാൻ മാതാവിനെ പറ്റി അറിഞ്ഞത്. പക്ഷേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ പഠിച്ചു കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി എന്ത് ചെയ്യണം. അപ്പോൾ എല്ലാവരും OET പഠിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ OET പഠിക്കണോ, എവിടെയെങ്കിലും ജോലിക്കായിട്ട് കയറണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര കൺഫ്യൂഷൻ എന്ന സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. അവസാനം ഞാൻ OETക്ക് തന്നെ പോയി. OET പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവരും ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു OETക്ക് വേണ്ടി. ഞാനും ഇപ്പോൾ OET എക്സാമിന് വേണ്ടി മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചിക്ക് കുഞ്ഞില്ലായിരുന്നു വർഷങ്ങളായിട്ട്. ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മാതാവ് തന്ന കുഞ്ഞാണെന്ന് എപ്പോഴും ചേച്ചി സാക്ഷി ഞങ്ങളുടെ അടുത്ത് വന്ന് പറയായിരുന്നു. അത് കേട്ടിട്ടാണ് എനിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം അങ്ങനെയൊക്കെ തോന്നി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ പണ്ട് തൊട്ടേ ഞാൻ ഭയങ്കരമായിട്ട് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഈശോയോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. മാതാവിനോട് എനിക്ക് അത്ര അടുപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവുമായിട്ട് കൂടുതൽ അടുത്തു. ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നന്നായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. എപ്പോഴും കാശുരൂപമായിട്ട് കൊന്തയും പിടിച്ച് നടക്കുമായിരുന്നു. എപ്പോഴും ഞാൻ കൊന്തയായിട്ട് എവിടെ വേണമെങ്കിലും പോവുമായിരുന്നു. എവിടെ പോയാലും കൊന്തയുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഞാൻ OETക്ക് ഡേറ്റ് എടുത്ത് OET എക്സാം എഴുതി പോയ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് കയറിയത്. എക്സാം എഴുതുന്നതിന് തൊട്ട് മുന്നേ ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവേ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേന്ന്. അപ്പോൾ ഞാൻ എക്സാം എഴുതാനിരുന്ന എക്സാം സെൻറ്ററിൽ ചുറ്റും നീല കളർ കർട്ടനായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും കുറച്ച് സ്പെസിഫിക്കായിട്ട് എനിക്ക് എന്തെങ്കിലും മാതാവ് ഒരു അടയാളം കാണിച്ചു തരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ എക്സാം ഷീറ്റ് കണ്ണു തുറന്നപ്പം എനിക്ക് ആദ്യം കിട്ടിയ ലിസണിങ്ങിൻ്റെ മൊഡ്യൂളിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സാന്ദ്ര എന്നായിരുന്നു. എൻ്റെ അതേ പേരായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവിനെ അനുഗ്രഹിക്കും. എനിക്ക് റൈറ്റിങ്ങും റീഡിങ്ങും ലിസണിങ്ങും എളുപ്പമായിരുന്നു. അപ്പോൾ അതേ കോൺഫിഡൻസോടുകൂടി ഞാൻ പ്രാർത്ഥിച്ച് സ്പീക്കിങ്ങിന് ചെന്നു. പക്ഷേ സ്പീക്കിങ്ങിൻ്റെ എൻ്റെ ആദ്യത്തെ റോൾ പ്ലേ ഞാൻ ഒട്ടും നന്നായിട്ട് ചെയ്തില്ല. എൻ്റെ എക്സാമിനറിനെ ഓപ്പോസിറ്റ് നിന്നിങ്ങനെ പത്തറ്റിക്കായിട്ട് നോക്കി, കുട്ടി എന്താ ഒന്നും പറയാത്തേന്ന്. അത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ കോൺഫിഡൻസും അവിടെ തകർന്നു. അപ്പോൾ ഞാൻ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ എല്ലാം തെറ്റായിട്ടാണ് ചെയ്തത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സെക്കൻഡ് റോൾ പ്ലേ വന്നപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് അത് നന്നായിട്ട് പെർഫോം ചെയ്തു. എക്സാം എഴുതി കഴിഞ്ഞിറങ്ങി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം എനിക്ക് ഉറപ്പാണ് അത് കിട്ടില്ല. ഞാൻ സ്പീക്കിംഗ് ഭയങ്കര ബോറായിട്ടാണ് ചെയ്തത്. ഞാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ പോകണമെങ്കിൽ സ്പീക്കിങ്ങിനും എല്ലാത്തിനും നല്ല സ്കോർ വേണം. അങ്ങനെ ഇറങ്ങി പ്രാർത്ഥിച്ചു. 2 ആഴ്ച ശേഷം റിസൾട്ട് വന്നപ്പം എനിക്ക് എല്ലാത്തിലും BOയോടുകൂടി ഞാൻ പാസ്സായി. അതിൽ സ്പീക്കിങ്ങിനായിരുന്നു എനിക്ക് 400 സ്കോർ. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സ്കോർ കിട്ടിയത് എനിക്ക് തന്നെയായിരുന്നു. അത്രയ്ക്ക് നല്ല സ്കോർ നൽകിയാണ് മാതാവിനെ പാസ്സാക്കിയത്. അതിനുശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിന് ശേഷം എവിടെയെങ്കിലും കയറണം ട്രെയിനി ആയിട്ട്, എന്നാലേ എനിക്ക് പുറത്തു പോകാൻ ആ സമയത്ത് എക്സ്പീരിയൻസ് ഒക്കെ ആവത്തുള്ളൂ. ആ സമയത്തേക്ക് കോട്ടയത്തായാലും എല്ലായിടത്തെയും ഫുള്ള് സെൻറ്റേഴ്സ് ഹോസ്പിറ്റൽസും ഫ്രഷേഴ്സിന് ആരും എടുക്കത്തില്ല, എല്ലാം ഫില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും എനിക്കൊരു ജോലി തന്നെ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ട്രിവാൻഡ്രം ശ്രീചിത്ര സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് കോൺട്രാക്ട് ബേസിസ് ജോലി കിട്ടി. അവിടെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്കവിടെ ജോലി കിട്ടി. ഞാൻ അവിടുത്തെ കൺജനൈറ്റൽ ഹാർട്ട് സർജറി ICUവിൽ ജോയിൻ ചെയ്ത് അവിടെ കുറച്ച് നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറഞ്ഞു, എടി ഇനി പുറത്തു പോകുന്ന കാര്യമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, OET IELTS എല്ലാ കൺട്രീസും ക്ലോസ് ആവുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, എന്തെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് നോക്കിയാലോ. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് പോയിടി, അതിനൊക്കെ നല്ല തല വേണം, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെ ഇവർ പറഞ്ഞതിൻ്റെ പേര് ഞാൻ എങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരു എക്സാം എയിംസ് വിളിച്ചു, കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം. അത് എക്സാം എഴുതാം എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞു. അവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ പോയി. ലാസ്റ്റ് മിനിറ്റ് ക്ലോസിങ് ഡേറ്റിൻ്റെ ആ ഒരു 4:30 ആ ഒരു ടൈമൊക്കെ ആയപ്പം 5 മണിക്ക് ക്ലോസ് ആണ്. 4:30 ആയപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി, എല്ലാവരും പോവില്ലെങ്കിൽ പിന്നെ ഞാനും അപ്ലൈ ചെയ്തേക്കാം. അങ്ങനെ ഞാനൊരു 4:30 ആയപ്പോൾ ഓടി ഒരു അക്ഷയ സെൻറ്ററിൽ പോയി പെട്ടെന്ന് പോയി പൈസയൊക്കെ അമ്മയുടെ നിന്ന് മേടിച്ചു, അപ്ലൈ ചെയ്തു.
എക്സാം കോഴിക്കോടാണ് സെൻറ്റർ കിട്ടിയത്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഓവർനൈറ്റ് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് കോഴിക്കോട് എത്തി. രാവിലെ അവിടെ എക്സാം എഴുതാൻ ചെന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പ്രൂഫ് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ആധാർ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും കാണിക്കാമെന്ന് പറഞ്ഞാണ് ചെന്നത്. അവിടെ എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആധാർ ഇല്ലാണ്ട് എക്സാം ഇരിക്കില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ പറ്റില്ല, ഞാൻ ഇത്രയും ലോങ് ട്രിവാൻഡ്രം ടു കോഴിക്കോട് ട്രാവൽ ചെയ്ത് വന്നതാണ്, എനിക്ക് എക്സാം എഴുതണം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അപ്പോൾ എക്സാം എഴുതാൻ കയറി. അപ്പം ഞാൻ മാത്രം എക്സാം എഴുതാൻ പറ്റില്ലാണ്ട് ഒറ്റയ്ക്ക് ബാക്കിൽ നിൽക്കുക. പെട്ടെന്ന് ആരോ ഒരാൾ, എനിക്കറിയില്ല ആരാണെന്ന്, അവിടുത്തെ എക്സാം സെൻറ്ററിലുള്ളൊരു ചേട്ടനാണ് ഓടി എൻ്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചാൽ എന്ത് പറ്റി, എന്താ പ്രശ്നം? അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല, അപ്പോൾ ഇവരെനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നാണ് പറയണേ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാം. ചേട്ടൻ തന്നെ എൻ്റെ ഫോണെടുത്ത് എന്തൊക്കെയോ OTP ഒക്കെ അടിച്ച് എങ്ങനെയോ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി ഈ ആധാറാണെന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ തന്നു. ആ ചേട്ടൻ പറഞ്ഞു ഇതുമായിട്ട് കയറിയൊക്കെ കുഴപ്പമില്ല, ആരെങ്കിലും ചോദിച്ചാൽ ഈ ആധാറാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാനതുമായിട്ട് കയറി എക്സാമിന് എഴുതാൻ വേണ്ടി പോയി ഇരുന്നു. അപ്പോൾ ഹയർ ഒഫീഷ്യൽസ് എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആണ്, അവർ ഫുൾ ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ എൻ്റെ അടുത്തൂടെ നടക്കും. അപ്പോൾ ഇവർ നടക്കുമ്പോൾ എല്ലാവരുടെയും ടേബിളിൽ ആധാർ കാർഡ് ഉണ്ട്, അപ്പോൾ എൻ്റെ അടുത്ത് മാത്രം ഒരു കോപ്പി ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട് എവിടെ തൻ്റെ ആധാർ എവിടെയാ, താൻ എന്താ ആധാർ ഇല്ലാണ്ട് വന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അത് ഈ ആധാറാണ്, ഈ ആധാറും ഒഫീഷ്യലി ആധാറായിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്, ഇത് ഇവിടെ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞപ്പോഴും ആ ചേട്ടൻ അപ്പോഴും എവിടുന്നോ വന്ന് പറഞ്ഞു സാറത് ഞാനെടുത്ത് കൊടുത്തതാണ്, ഇത് വെരിഫൈഡ് ഈ ആധാറാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു താൻ ടെൻഷൻ ആവേണ്ട, എക്സാം എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക എക്സാമിൻ്റെ ഇടയ്ക്ക്. അപ്പോഴും ഞാൻ പറഞ്ഞു മാതാവി ഇത് എന്തൊരു കഷ്ടമാണ്, ഈ എക്സാം എനിക്ക് എഴുതാൻ പറ്റൂ, ഇനി പകുതി തന്നെ ഇറക്കി വിടുമോ, ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്നതല്ലേ, എൻ്റെ കൂട്ടുകാരൊക്കെ എക്സാം എഴുതുവാണ്, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥ തരില്ല, ഒന്നും പറ്റുന്നില്ല ചെയ്യാൻ. അപ്പം അപ്പോഴും ആ പുള്ളി വന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുക, ടെൻഷനൊന്നും ആവണ്ട, ഇയാൾ എക്സാം എഴുതിക്കോ. അപ്പം ഞാൻ മാതാവിൻ്റെ മുറുകെ പിടിച്ച് മാതാവിൻ്റെ തൈലം പൂശിയിട്ടാണ് എക്സാമിന് വന്നത്. കാശ് രൂപ എനിക്ക് കയറ്റാൻ പറ്റിയില്ല, പക്ഷെ തൈലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച എക്സാം ഫുൾ കംപ്ലീറ്റ് ചെയ്തു ഇറങ്ങി. അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എക്സാം തീർന്നെങ്കിൽ ഇയാൾ എന്നെ വന്ന് കാണണം. അപ്പം ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ആ സാറിനെ കാണാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, ഇയാൾ പൊക്കോ, ഈ ആധാറല്ലായിരുന്നു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പം ആ ചേട്ടൻ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ തനിക്ക് തന്നത് ഈ ആധാറൊന്നുമല്ല, തൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയാണ്, തനിക്കില്ല എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു, അപ്പോൾ അത് ഈ ആധാറാണ് വെരിഫൈഡാന്ന് പറഞ്ഞ് തന്നെ കൂടി ഞാൻ എഴുതിച്ചതാണ്, ഇനി ഇങ്ങനെ എടുക്കാണ്ട് വരില്ല എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ പറഞ്ഞു വിടും. അപ്പോൾ ഞാൻ ആലോചിക്കും ആരാണത്, മാതാവ് എനിക്ക് സഹായിക്കാൻ വേണ്ടി എക്സാം എഴുതണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചാണ്, മാതാവ് എന്നെ ഇവിടുന്ന് വന്ന സ്ഥിതിക്ക് എഴുതിക്കാതെ എന്നെ ഇറക്കി വിടല്ലേ. അപ്പം മാതാവായിട്ട് എനിക്കൊരാളെ എക്സാം എഴുതാൻ വേണ്ടി ഹെൽപ്പിന് അയച്ചാന്ന് ഞാൻ വിചാരിച്ച് മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു. എക്സാം എഴുതി കഴിഞ്ഞ് ബസ്സിൽ കയറിയിട്ട് അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മ ഭയങ്കര പാടായിരുന്നു, എക്സാം എഴുതാൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയിരുന്നു, ആധാർ ഇല്ലാത്തതിൻ്റെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി, പിന്നെ എങ്ങനെയോ എഴുതി, പ്രതീക്ഷിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രം എത്തി. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഓവർനൈറ്റ് ഒരു ദിവസം 12 മണിക്കായപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് വർത്താനം പറഞ്ഞു വന്നപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു റിസൾട്ട് വന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞു നമ്മളാരും പഠിക്കാണ്ട് പോയതല്ലേ, നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ നമ്പറിന് പറഞ്ഞു കൊടുത്തു. എനിക്ക് നോക്കിയപ്പോൾ അവരുടെയൊക്കെ ഓപ്പണായിട്ട് റാങ്ക് ലിസ്റ്റോ അങ്ങനെ ഒന്നും അവരുടെ പേര് പോലും ലിസ്റ്റിലില്ല. പക്ഷേ എൻ്റെ ഓപ്പണായപ്പം എനിക്കതിലൊരു 282 എന്ന് പറഞ്ഞൊരു നമ്പർ കാണിച്ചു. അതിൻ്റെ മുകളിൽ റാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നോക്കിയേടി സാന്ദ്രയ്ക്ക് റാങ്ക് ഉണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അപ്പം ടെൻഷൻ അടിച്ച് അത്രയും വിഷമിച്ച് മാതാവിനെ വിളിച്ച് എഴുതിയ ഒരു എക്സാമാണത്. അതിൽ എനിക്ക് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്ന് പോയി ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് അതിൽ ഓൾ ഇന്ത്യ റാങ്ക് 282 എന്ന് പറഞ്ഞ് എൻ്റെ പേര് കാണിച്ചത്. ഞാനത് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പോൾ 6 ലക്ഷം പേര് എഴുതിയ എക്സാമാണ്. അതിൽ 6000 പേർക്കാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് കേരളത്തിൽ നിന്ന് 11 പേർക്കാണ് ആകെപ്പാടെ റാങ്ക് ഉള്ളത്. അതിലൊരാൾ ഞാനാണ്. ആ 11 പേരിൽ 5ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്കൊരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം അത്ര ഈസി ആയിട്ട് കിട്ടുമെന്ന്. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. എന്നെ ഡയറക്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചു തൃശ്ശൂർ. അപ്പോൾ അവിടെയുള്ള കേരളത്തിലുള്ള 11 പിള്ളേരെ ഞാൻ കണ്ടു. അവരിൽ 10 പേരും എയിംസ് പഠിച്ചവരാണ്. എയിംസ് ന്യൂഡൽഹി, ഓരോരോ എയിംസിൽ അത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഈ എക്സാമിന് വേണ്ടി മാത്രം പഠിച്ച് എക്സാം എഴുതിയത്. ഞാൻ എൻ്റെ എന്തോ ഭാഗ്യത്തിന് കൂട്ടുകാർ പറഞ്ഞ പേരിൽ പോയി എക്സാം എഴുതിയ ആളാണ്. അപ്പം ഞാൻ മാതാവിനെ മുറുകെ പിടിക്കാന്നല്ലാതെ എനിക്ക് ഒരു യോഗ്യതയില്ലായിരുന്നു എക്സാം എഴുതാനും എക്സാം കിട്ടാനും. അങ്ങനെ അവരൊക്കെ എയിംസിലെ പിള്ളേർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു സാധാ പ്രൈവറ്റ് കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വന്നതാണ്, ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് പോയി എക്സാം എഴുതുന്നതാണ്, ഞാൻ കോച്ചിങ് ഒന്നും ചെയ്തിട്ടുള്ളതല്ല. അപ്പോഴും എനിക്ക് എക്സാമിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്
ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് ഇച്ചിരി പ്രാർത്ഥനയൊക്കെ പുറകോട്ടായി നല്ല രീതിയിൽ ഉഴപ്പാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാതെയായി, പള്ളിയിൽ പോകാനൊക്കെ മടിയായി, ജോലിയുടെ പേരിൽ മടിയൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പം ഈ എക്സാം, അതായത് ഒക്ടോബർ 2025 ഒക്ടോബർ 31 ഡേറ്റ് ആയിരുന്നു ഈ എക്സാമിൻ്റെ വാലിഡിറ്റി. ഇത് കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ റാങ്ക് ഉണ്ടെങ്കിലും ഈ എക്സാം വാലിഡ് ആയി പോകും, അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് ജൂണിലാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഈ ജോലി കിട്ടുമെന്ന് ഇങ്ങനെ ഉറപ്പായി ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇച്ചിരി ഉഴപ്പിയതാണ്. അപ്പം എനിക്ക് തന്നെ അത് മനസ്സിലായി. പക്ഷെ പിന്നെ ആയപ്പം ഇത് മൊത്തത്തിൽ സ്റ്റക്കായി. അതായത് ESICയിലേക്ക് ഞാൻ ESIC ആണ് അപ്ലൈ ചെയ്തത്, എയിംസ് വെച്ചില്ല. അങ്ങനെ ESICയിലേക്കുള്ള നഴ്സിംഗ് ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മൊത്തം സ്റ്റക്കായി. കേരളത്തിൽ നിന്നുള്ളൊരു നഴ്സിംഗ് ഓഫീസർ സ്റ്റേ കൊടുത്ത് കോടതിയിൽ കേസായതുകൊണ്ട് അപ്പം ഞങ്ങൾ അത്രയും പഠിച്ചെഴുതിയ പിള്ളേർ 31 എന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സാമിന് വാലിഡിറ്റി ഇല്ല, നമുക്ക് കിട്ടിയ ഈ ജോലി കൊണ്ട് ഒരു ഉപകാരമില്ല, ഇത് മൊത്തത്തിൽ ഫുൾ പോകും. ആ ഒരു സമയപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി. ഞാൻ ഇങ്ങനെയൊരു നല്ല രീതിയിൽ എത്തിയിട്ട് ഇത് വീണ്ടും മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കളയുവാണോ എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഞാൻ പഴയ പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും മാതാവിലേക്ക് മടുത്തു. പക്ഷെ ഒക്ടോബർ കഴിഞ്ഞു, നവംബറായി, എന്നിട്ട് ലിസ്റ്റിന് ഒരു അനക്കം വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോയി, വാലിഡിറ്റി കഴിഞ്ഞു, എനിക്ക് ഈ ജോലി കിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഡിസംബർ 25 നോമ്പ് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ നോമ്പെടുക്കാം, പക്ഷേ 25-ാം തീയതി ക്രിസ്മസിന് എനിക്ക് ഗിഫ്റ്റായിട്ട് നീ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരണം. ജനുവരി 11 എൻ്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേക്ക് മുന്നിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റണം. ഞാൻ ജസ്റ്റ് ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞാണിത് പ്രാർത്ഥിച്ചത്. ഡിസംബർ 22-ാം തീയതി ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി. എണീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ കണ്ട മെയിൽ ഐ ഡിയിൽ ഇയാൾക്ക് അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട്, ഫരീദാബാദ്, ഹരിയാന, ഡൽഹി, NCR ആണ്, 12 ദിവസത്തിനകം വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് എനിക്ക് മാതാവ് തന്നത്. അതെനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എൻ്റെ മാതാവ് എനിക്ക് തന്നതാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ പറഞ്ഞു, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഞാൻ അങ്ങനെ പോയി ജോയിൻ ചെയ്തു. ജനുവരി 10-ാം തീയതി ഞാൻ അങ്ങനെ നഴ്സിംഗ് ഓഫീസറായി, സെൻട്രൽ ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസർ സ്റ്റാഫായി ഞാൻ ജോയിൻ ചെയ്തു. ജനുവരി 11 എൻ്റെ ബർത്ത്ഡേ. മാതാവ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇത്രയും നല്ലൊരു ജോലിയാണ് എൻ്റെ മുന്നിൽ തന്നത്. എനിക്ക് ഇതൊന്നും എൻ്റെ കഴിവല്ല, എൻ്റെ കഴിവിൽ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഇത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിൽ പപ്പയുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കും, ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുമായിരുന്നു. അതിങ്ങനെ പാരമ്പര്യമായിട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നം, കസിൻസ്, ചേച്ചിമാർ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ മാഡംസ് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, കൊച്ചിൻ്റെ കൈ ഇങ്ങനെ വിറച്ചാൽ കൊച്ച് എങ്ങനെ ഒരു ജോലി ചെയ്യും, എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കും, അതൊരു പ്രശ്നമാവില്ലേ, പേഷ്യൻസിന് കൊച്ചിന് ഡൗട്ട് ആവില്ലേ, അതെങ്ങനെയും മാറ്റം കേട്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ എൻ്റെ കയ്യിലെ കൈവേറെ എങ്ങനെയും ഒന്ന് മാറ്റിത്തരണേ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ പിന്നെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ കൈ, ഞാൻ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യുമ്പോൾ വിറയ്ക്കുന്നില്ല, ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ വിറയ്ക്കത്തില്ല, ഞാൻ എന്ത് ചെയ്താലും വിറക്കില്ല. ഞാൻ ഭയങ്കര സ്റ്റേണായിട്ടും കൂളായിട്ടും എല്ലാം ചെയ്തു തുടങ്ങി. അതും മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ മാതാവ് ഓരോരോ കാര്യങ്ങളിൽ എൻ്റെ കൈ എപ്പോഴും പിടിച്ച് നടക്കുമായിരുന്നു. മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ലേറ്റായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോയിട്ട് നമുക്ക് മിസ്സാവാതെ വന്നിട്ടുണ്ട്. പെട്ടി ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബോക്സ് മിസ്സായിട്ടുണ്ട്, പക്ഷേ അത് 2 ദിവസം 3 ദിവസത്തിനകം മാതാവിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ പേരൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഫാമിലി ഫുള്ളായിട്ട്. പിന്നെ എനിക്ക് എപ്പോഴും ഫിനാൻഷ്യലി ഞങ്ങളുടെ ഫാമിലി സ്റ്റേബിൾ ആവണം. പപ്പ വർഷങ്ങളായിട്ട് പുറത്തായിരുന്നു, 12 വർഷമായിട്ട് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാലും പപ്പേനെയും അമ്മേനെയും ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തി ഫാമിലി ഒന്ന് സ്റ്റേബിൾ ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. കാരണം എനിക്ക് ഒരു മാസം കിട്ടുന്ന സാലറി എൻ്റെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങൾക്കും തികയും. അതെനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാനിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, അതെനിക്ക് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. ഞാൻ ശ്രീചിത്രയിൽ പീഡിയാട്രിക് സർജറി ICUലായിരുന്നു. അവിടെ എപ്പോഴും കിടക്കുന്ന ക്രിട്ടിക്കലായിട്ടുള്ള ബേബീസാണ്, ഹാർട്ടിന് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻസാണ്. എത്ര സർജറി ചെയ്താലും ജീവനോട് കിട്ടില്ല. ഒരുപാട് കുഞ്ഞു പിള്ളേർ ഡെത്ത് ആവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരൻസാണ് ഞാൻ ലൈഫിൽ കണ്ടത് ഏറ്റവും പത്തറ്റിക് സിറ്റുവേഷൻ നിന്നിട്ടുള്ള ഈ കുഞ്ഞു പിള്ളേരുടെ അമ്മമാരും അച്ഛന്മാരുടെ അവരെ കരച്ചിൽ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സിക്കായിട്ട് പിള്ളേരെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ, അവിടെ മാതാവിൻ്റെ എണ്ണയുണ്ട്, ഉപ്പുണ്ട്, ചേച്ചി പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ഐസക്ക് എന്ന് പറഞ്ഞൊരു കുഞ്ഞിൻ്റെ അമ്മയോട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഐസക്ക്, എല്ലാ ഡോക്ടേഴ്സും പറയും ഐസക്കിനെ കിട്ടില്ല, ഐസക്ക് പോകും, അമ്മയുടെ അടുത്ത് ഹോപ്പ് വെക്കണ്ടെന്ന് പറയാം. പക്ഷേ ആ അമ്മ കൃപാസനത്തെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ എണ്ണ കുഞ്ഞിന് തൂത്ത് കൊടുക്കുമായിരുന്നു, ഉപ്പിടുമായിരുന്നു, ഉടമ്പടി തൈലം തൂക്കുമായിരുന്നു, ഉപ്പിടുമായിരുന്നു, മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു.
ഇപ്പോഴും ഐസക്ക് ഞങ്ങളുടെ ICUന്ന് ഡിസ്ചാർജ് ആയി വാടിപ്പോയി, അവിടുന്ന് വീട്ടിൽ പോയി. ഇപ്പോഴും ഐസക്ക് ഹെൽത്തി ആയിട്ടുണ്ട്. ഐസക്കിൻ്റെ ഫോട്ടോസ് ഇടയ്ക്ക് ഐസക്കിൻ്റെ അമ്മ എനിക്ക് അയച്ചു തരും. ഐസക്ക് ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഐസക്കിൻ്റെ അമ്മ വന്ന് സാക്ഷ്യം പറയാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പത്രം കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. പറ്റുന്ന രീതിയിൽ കാരുണ്യപ്രവർത്തികൾ ഫുഡൊക്കെ ആയിട്ട് കുറച്ച് പൈസയായിട്ടൊക്കെ പാവം കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് നൽകിയ ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും കൂടി നന്ദി പറയുന്നു. ഇനിയും മാതാവിൻ്റെ ഈശോയുടെയും കൈപിടിച്ച് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഒരിക്കലും അവരിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നതാണ് എനിക്ക് ആഗ്രഹം. അത് മാത്രമേ ഇപ്പോൾ എനിക്ക് പ്രാർത്ഥനയായിട്ട് ഈ സന്നിധിയിൽ അർപ്പിക്കാനുള്ളൂ. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. സാൻഡ്ര എന്ന ഈ മകൾ തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഒരു എയർലിഫ്റ്റ് സാക്ഷ്യവുമായിട്ടാണ് ഈ മകൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അൾത്താരയിൽ നിൽക്കുന്നത്. മകൾക്ക് OET എഴുതുമ്പോഴുള്ള ആ വലിയ സങ്കടവും സ്ട്രഗിളും എല്ലാം മകൾ പറയുകയായിരുന്നു. എല്ലായിടത്തും പരിശുദ്ധ അമ്മ കൂടെ നിന്ന് ഈ മകൾക്ക് പരീക്ഷ എഴുതുവാനും പാസ്സാകുവാനുമെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയത് നേർച്ച വസ്തുക്കളുടെയും അപ്പുറം മകളുടെ വിശ്വസ്തത, ഈശോയും പരിശുദ്ധാമ്മയും ഉള്ള ആ ഉടമ്പടി വളരെ കൃത്യമായി ചെയ്തതിൻ്റെയും ഈശോയെ സ്നേഹിച്ചതിൻ്റെയും ഒരു വലിയ അടയാളമായി മകൾക്ക് ലഭിച്ച ഗിഫ്റ്റാണ്. മകൾ പറഞ്ഞതുപോലെ ഒരു നഴ്സിംഗ് ഓഫീസറായ സെൻട്രൽ ഗവൺമെൻറ് ഹരിയാനയിൽ ഈ മകൾക്ക് ജോലി ലഭിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഈ മകൾ. വലിയ വലിയ പ്രതീക്ഷകളുണ്ടെങ്കിലും എല്ലാം തകർന്നുപോയ ഒരു നിമിഷമുണ്ടായിരുന്നു. എനിക്കിനി ജോലി ലഭിക്കുമോ, എനിക്ക് ആധാർ കാർഡ് പോലും ഇല്ലാതെയാണ് ഞാനൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പോയിരിക്കുന്നത്, എനിക്കതിന് എഴുതിയെടുക്കാൻ സാധിക്കുമോ, കാരണം എൻ്റെ കയ്യിൽ മാത്രം യാതൊരു ഐഡൻറ്റിറ്റി പ്രൂഫുമില്ല. അവിടെയാണ് പരിശുദ്ധ അമ്മ ഒരു കാവൽ ദൂതനെ അയക്കുന്നത്. അവിടെയുള്ള എക്സാം സെൻറ്ററിലുള്ള ഒരു സഹോദരൻ വന്നുകൊണ്ട് ഞാൻ നിനക്ക് ഈ ആധാർ എടുത്തു തരാം, ആർക്കുമില്ലാത്ത ഒരു പ്രിവിലേജ് ഈ മകൾക്ക് കൊടുത്തുകൊണ്ട് വളരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ കൈപിടിച്ചെഴുതിയ ഒരു എക്സാമാണ് ഈ മകൾ. കാരണം ഐഡൻറ്റിറ്റി പ്രൂഫ് ഇല്ലാത്തതിൻ്റെ ടെൻഷനിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ച ഒരു എക്സാമിന് മകൾക്ക് ലഭിച്ചത് കേരളത്തിൽ തന്നെ 11 പേരിൽ 5ാമത്തെ റാങ്ക് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച് ഒരു വലിയ പൊസിഷനിലൂടെ ഈ മകളെ ചെന്നെത്തിച്ച് ഉയർത്തിപ്പിടിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകൾ ചോദിച്ചു, എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് തരണം, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം. ഇനി സാൻഡ്രയുടെ ഊഴമായി, കാരണം ഞാൻ ചോദിച്ച ഗിഫ്റ്റുകളെല്ലാം എനിക്ക് ഈശോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നൽകി കഴിഞ്ഞു. 23ാമത്തെ വയസ്സിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി ചെയ്യുവാനായി മകളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി സാൻഡ്രയ്ക്ക് നൽകാനുള്ളത് ഒരു റിട്ടേൺ ഗിഫ്റ്റാണ്. നമ്മൾ ക്രിസ്മസിനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റിൻ്റെ കാലമാണ്. ഇനി സാൻഡ്ര റിട്ടേൺ ഗിഫ്റ്റ് നൽകാമെന്നുള്ള ഒരു വലിയ തീരുമാനത്തിലാണ് ഈ അൾത്താരയിൽ നിന്നിറങ്ങുന്നത്. അതുപോലെ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുവാൻ ഈ മകൾക്ക് സാധ്യതയുണ്ടായി. സഞ്ചാരി മാതാവ് സാൻഡ്രയുടെ കൂടെയുണ്ട്. അതിനുള്ള ഡേറ്റും സമയവും എല്ലാം സാൻഡ്രയെ എപ്പോഴും കൃത്യമായി അറിയിച്ചു കൊണ്ടിരുന്നു. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നടന്നു വരുന്നവർ പറന്നു പോകുന്ന ഒരു സാക്ഷ്യമാണിത്. അതിന് ക്രിസ്തീയ ആത്മീയതയിൽ വളർന്നോ എന്നറിയാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു വലിയ ആവശ്യമുണ്ട്. ഇവിടെയാണ് സാൻഡ്രയുടെ മാറ്റുരച്ച് നോക്കുന്ന ഈശോയുടെ സ്നേഹം എന്തുമാത്രം, ഈശോയോടുള്ള സ്നേഹം എന്തുമാത്രം ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ട്, ഈ ക്രിസ്തു കൈമാറ്റം എന്തുമാത്രം നടത്തുന്നുണ്ട് എന്നെല്ലാം ഇനി സാൻഡ്രയാണ് തെളിയിച്ച് കാണിക്കാൻ പോകുന്നത്. അത് ഉടമ്പടിയുടെ കൃത്യമായ ഒരു പക്വതയിലൂടെയാണ് ഇനി സാൻഡ്ര കടന്നു പോകുമ്പോൾ വ്യക്തമാക്കാൻ പോകുന്നത്. കാരണം ജോലി കിട്ടി എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉഴപ്പുന്ന ഒരവസ്ഥ ഉണ്ടാവുകയായിരുന്നു. ഇനി ഇതുപോലെ തുടർന്നാൽ മതി. അവിടെയാണ് വീണ്ടും അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഈശോ എന്നെ കൈപിടിച്ച് നടത്തിയ അനുഭവത്തിൽ നിന്ന് എനിക്ക് കൈവിട്ടു പോകേണ്ട ആവശ്യമില്ല. ഈശോ ഒരിക്കലും നമ്മൾ കൈവിട്ടു പോകരുത്. ഇവിടെയാണ് ഇന്ന് യൂത്ത് ഒരുപാട് ഈശോയിലേക്ക് അടുക്കുന്നതും സ്നേഹത്തിൽ വളരുന്നതും വഴിതെറ്റിപ്പോകാതെ വഴിവിട്ട ജീവിതത്തിൽ നിന്നെല്ലാം തിരിച്ചു നടക്കുന്നത്. ഈശോയിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൈവിടാതെ നമ്മെ ചേർത്ത് പിടിക്കുന്നതെല്ലാം നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും എപ്പോഴും വിശ്വസ്തരായിരിക്കാം. ഈശോ നമ്മുടെ ഒരിക്കലും കൈവിടുകയില്ല.
ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. സാൻഡ്രയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.